എനിക്ക് സ്വർഗം വേണ്ട. അങ്ങനെ പറയരുത് മാഷെ. മാഷ് വേണ്ടെന്ന് പറഞ്ഞാല് ഈ സ്വർഗത്തിന് പിന്നെ ഒരു വിലയുണ്ടാവൂല. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ല മാഷെ. സ്വർഗമുണ്ടെങ്കിൽ നരകവും ഉണ്ട്, അല്ലേ? ഉണ്ടല്ലോ. അപ്പോ കുറെ ആളുകള്, അനേക കോടി ആളുകള് നരകത്തിൽ കിടന്ന് വിഷമിക്കുക. എങ്ങനെ? ഈ ഇഹലോകത്തുള്ളതിൻ്റെ 70,000 ഇരട്ടി ശക്തിയുള്ള തീയിൽ കിടന്ന് വേവുക. ആ സമയത്ത് ഞാൻ വേറെ കുറെ കൂടി ആളുകളുടെ കൂടെ സ്വർഗത്തിലിരിക്കുക. എനിക്കത് ഇഷ്ടം തോന്നുന്നില്ല. എന്താണ്? അങ്ങനെ വേറെ ആളുകൾക്ക് നരകമാണെങ്കിൽ പിന്നെ ഞാൻ സ്വർഗത്തിലിരിക്കുന്നതിന് എന്താണ് അർത്ഥം? എനിക്കത് തോന്നുന്നില്ല. നരകമുള്ളതുകൊണ്ട് സ്വർഗം വേണ്ട അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ സൗകര്യമായിട്ട് ജീവിക്കുന്നു, അസൗകര്യങ്ങളിൽ അനേക കോടി ആളുകളുണ്ട്. ഇപ്പോൾ കുടിനീര് കിട്ടാതെ മരിക്കുന്ന കുട്ടികളെപ്പറ്റി, സോമാലിയയിലെ കുട്ടികളെപ്പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ഭാരാന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ മാഷ് കുടിനീര് ഇറക്കാറില്ലേ? എനിക്ക് സ്വർഗം വേണ്ട എന്നാണ്. മാഷെ, സോമാലിയ സ്വർഗത്തിലല്ല. മാഷെ ഈ വീട് മാഷിന്റെ അല്ലേ? വീടില്ലാതെ കുറേ പേര് കഷ്ടപ്പെടുന്നില്ലേ ലോകത്ത്? അപ്പൊ അവർക്കൊക്കെ വീടില്ലാതിരിക്കുമ്പോ മാഷ് ഇങ്ങനെ വീട്ടിൽ എനിക്ക് സ്വർഗം വേണ്ട. മാഷ് സ്വർഗത്തിലെ വീടിന്റെ കാര്യമല്ല, മാഷിന്റെ വീടിന്റെ, ഇവിടത്തെ വീടിന്റെ കാര്യം. മാഷെ, കുറെ കുറ്റവാളികളെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നോണ്ട് മാഷിനെ സ്വർഗത്തിൽ സുഖിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇവിടെ കുറെ കുറ്റവാളികളെ ജയിലിൽ അടച്ചിട്ടില്ലേ? അവരൊക്കെ അവിടെ സ്വാതന്ത്ര്യമില്ലാതെ കഴിയുമ്പോ മാഷ് എങ്ങനെ മാഷെ? അതിപ്പോ പിന്നെ മാഷെ ഈ ലോകത്ത് കുറെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നില്ലേ? അവരൊക്കെ മരിക്കുമ്പോ മാഷ് ജീവിച്ചിരിക്കുന്നത് എനിക്ക് സ്വർഗം വേണ്ട. അത് ശരി, കയ്യിൽ കിട്ടാത്ത സാധനം വേണ്ടെന്ന് പറയാൻ ആർക്കാ പറ്റാത്ത മാഷെ? അതിപ്പോ എനിക്കും പറ്റും. എനിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആവണ്ട, എനിക്ക് ബിൽഗേറ്റ്സിന്റെ 50,000 കോടി വേണ്ട. എന്താ വേണ്ടാത്തേ? സോമാലിയയിൽ കുടിനീരില്ലാത്തതുകൊണ്ട്. പോട്ടെ മാഷെ, വേറെ ഏതെങ്കിലും യുക്തിവാദിനെ പോയി കാണാം. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ നടപ്പാക്കാനും ആക്രമിക്കപ്പെട്ടവന് നീതി നേടിക്കൊടുക്കുവാനും ഈ ലോകത്തു തന്നെ എത്ര നിയമ സംവിധാനങ്ങളാണ്. എന്നിട്ടും കുറ്റവാളികൾ രക്ഷപ്പെടുകയും ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ ചൂഷണം ചെയ്തും കൊലപാതകം നടത്തിയും മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ജീവിക്കുന്നവനെയും ഇതൊന്നും ചെയ്യാതെ പട്ടിണി കിടക്കേണ്ടി വന്നാലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഇവിടെ ജീവിച്ചു മരിച്ചു പോകുന്നവനെയും തമ്മിൽ വ്യതിരിക്തമാക്കുന്ന ഒരു സ്വർഗവും നരകവും ഉണ്ട് മാഷെ. അതാണ് യുക്തി, തെളിഞ്ഞ ബുദ്ധിയുള്ളവരുടെ യുക്തി. നിസ്സാരമായ ദുനിയാവിന്റെ സുഖങ്ങളെ നുണയാൻ പരലോകത്തെ അവഗണിക്കുന്ന യുക്തിവാദികളെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നതൊന്ന് കേൾക്കൂ. ഫവറബ്ബിസ് സമാഇ വൽ അർളി ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. എന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രക്ഷിതാവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ സംസാരിക്കുന്നു എന്നതുപോലെ തീർച്ചയായും വിചാരണ ദിവസം സത്യമാകുന്നു. فَالْيَوْمَ لَا تُظْلَمُ نَفْسٌ شَيْئًا وَلَا تُجْزَوْنَ إِلَّا مَا كُنتُمْ تَعْمَلُونَ.